ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഓട്ടോമൊബൈൽ മാനുഫാക്ചറാണ് വോൾവോ എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ വോൾവോ ഇന്ത്യയിൽ അവരുടെ മാനുഫാക്ചറിങ്ങും അസംബ്ലിങ്ങും തുടങ്ങിയ ആക്ടിവിറ്റീസ് നടത്തുന്നത് കർണാടക സ്റ്റേറ്റിലുള്ള ബാംഗ്ലൂരിലാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ട് വോൾവോ ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും അതുപോലെ തന്നെ കർണാടക സ്റ്റേറ്റിൻ്റെ CM കൂടി ചേർന്നിട്ട് ഒരു MOU മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ സൈൻ ചെയ്യുകയുണ്ടായി. അതിൽ പറയുന്നത് വോൾവോ ഇന്ത്യയുടെ കൂടുതൽ ആക്ടിവിറ്റീസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് പ്രൊഡക്ഷൻ ആയാലും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആയാലും അസംബ്ലി ആയാലും കൂടുതൽ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിലെ പ്ലാന്റിലേക്ക് 1400 കോടി രൂപ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പോവുകയാണ് വോൾവോ. അത് കർണാടക സ്റ്റേറ്റിനും അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിനും കൂടുതലായിട്ട് ഇൻകം വരുന്ന രീതിയിലുള്ള ഒരു ആക്ടിവിറ്റീസ് ആണ്. പ്ലസ് അതിൻ്റെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞാൽ 2000+ ആളുകൾക്ക് ജോലി ലഭിക്കും എന്നൊരു സാഹചര്യം കൂടി അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. നിലവിൽ ബാംഗ്ലൂർ 3 മാനുഫാക്ചറിങ് പ്ലാന്റ് ആണ് വോൾവോയ്ക്കുള്ളത്. ഒന്ന് ഹൊസക്കോട്ടയിലും, രണ്ടാമത് പീനയ, അതേപോലെ തന്നെ മൂന്നാമത്തത് പീതാംപൂരിലുമാണ് ഈ ഒരു 3 പ്ലാന്റുകളുള്ളത്. അപ്പോൾ ഇതിൽ നിലവിൽ 4500+ എംപ്ലോയീസ് നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു 1400 കോടി രൂപ എക്സ്ട്രാ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഹൊസക്കോട്ടയിലുള്ള പ്ലാന്റിലേക്കാണ്. അവിടെ നമ്മൾ അസംബ്ലി ഓഫ് ബസ് ആൻഡ് ട്രക്സുകളാണ് ഈ ഒരു പ്ലാന്റിൽ പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിലവിലെ സാഹചര്യത്തിൽ 2000 പേർക്ക് കൂടി ജോലി കിട്ടുന്ന, അല്ലെങ്കിൽ 2000 ഉദ്യോഗാർത്ഥികൾക്ക് കൂടി ഇവിടെ ഒരു ഓപ്പണിംഗ് സാധ്യതയാണ് കമ്പനി ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. വോൾവോയെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ലോകത്തെ പ്രമുഖ കമ്പനികളിൽ ഒന്നാം നിരയിൽ നിൽക്കുന്ന ഒരു കമ്പനിയാണ് വോൾവോ. അത് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റിന്റെ കാര്യത്തിലായാലും സേഫ്റ്റിയുടെ കാര്യത്തിലായാലും അതുപോലെ തന്നെ ടെക്നോളജിയുടെ കാര്യത്തിലായാലും. അപ്പോൾ ലോകത്തിൽ 14 രാജ്യങ്ങളിൽ വോൾവോ അവരുടെ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. സ്വീഡനിലാണ് ഹെഡ്ക്വാർട്ടേഴ്സ് വരുന്നത്. അപ്പോൾ ഇന്ത്യയിൽ വോൾവോ ട്രക്കുകൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ബസ്, കൺസ്ട്രക്ഷൻ എക്യുപ്മെന്റ്സ്, കാറുകൾ, അതേപോലെ തന്നെ ഇലക്ട്രിക് വെഹിക്കിൾ തുടങ്ങിയ വാഹനങ്ങളൊക്കെ അവർ ഇന്ത്യയിൽ പ്രൊഡക്ഷൻ ചെയ്യുന്നുണ്ട്, മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ അസംബ്ലിങ് ചെയ്യുന്നുണ്ട്. അതേപോലെ ജോയിന്റ് വെഞ്ചറായിട്ട് ഏഷ്യറും അതുപോലെ തന്നെ വോൾവോയും ചേർന്നിട്ട് VE കൊമേഴ്ഷ്യൽ വെഹിക്കിളും അവർ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട്. അത് മീഡിയം ഡ്യൂട്ടി എഞ്ചിനാണ് പ്രൊഡക്ഷൻ ചെയ്യുന്നത്. അത് പീതാംപൂരിലെ ഫാക്ടറിയിലാണത് മാനുഫാക്ചർ ചെയ്തിട്ട് ലോകത്തെ പല സ്ഥലത്തേക്കും അത് എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി അവർ ചെയ്യുന്നുണ്ട്. വോൾവോ ഇന്ത്യയിൽ വന്നിട്ട് 25 വർഷങ്ങളാകുന്നു. വോൾവോ ഗ്രൂപ്പ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി എന്ന് പറയുന്ന സെക്ഷൻ കൂടി ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡ്രൈവർ ട്രെയിനിങ് സെന്റർ, ടെക്നിക്കൽ ട്രെയിനിങ് സെന്റർ തുടങ്ങിയ സെക്ഷൻസ് ഒക്കെ അവർ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളൊക്കെ വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സീറ്റ് ബെൽറ്റ് ആദ്യമായി ഇൻവെന്റ് ചെയ്തത് വോൾവോയിലാണ്. വോൾവോ കമ്പനിയിലെ ഒരു സീനിയർ എഞ്ചിനീയർ ആണ് ഈ ഒരു ടെക്നോളജി ഇൻവെന്റ് ചെയ്തത്. അത് പേറ്റന്റ് ഒന്നും എടുക്കാതെ വോൾവോ എല്ലാ മാനുഫാക്ചറേഴ്സിനും ഷെയർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെയാണ് വോൾവോ പല കാര്യങ്ങളും ചെയ്യുന്നത്. സേഫ്റ്റിയുടെ കാര്യത്തിലായാലും ശരി, ടെക്നോളജിയുടെ കാര്യത്തിലായാലും ശരി, പേറ്റന്റ് ഒന്നും എടുക്കാതെ കുറേ ടെക്നോളജികൾ പല മാനുഫാക്ചറേഴ്സിനും വോൾവോ ഷെയർ ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെയാണ് നിലവിൽ ഈ ഒരു MOU മെമ്മറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് സൈൻ ചെയ്തതിന് ശേഷം നമ്മുടെ കർണാടക CM സിദ്ധരാമയ്യ സാറും അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെന്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി S ശെൽവകുമാറും അതുപോലെ തന്നെ വോൾവോ ഇന്ത്യയുടെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറായിട്ടുള്ള കമൽ ബാലി ഒക്കെ ചേർന്നിട്ടാണ് ഈ ഒരു ലെറ്റർ സൈൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ വരും ദിവസങ്ങളിൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാറ്റം വരും. കാരണം 14 രാജ്യങ്ങളിൽ നിലവിലിപ്പോൾ വോൾവോ അവരുടെ ഓപ്പറേഷൻസ് നടത്തുന്നുണ്ട്. അപ്പോൾ കൂടുതൽ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട ഇനിയിപ്പോൾ BS7 എമിഷൻ നോംസ് ഇന്ത്യയിൽ അപ്ഡേറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മാറ്റങ്ങൾ വരും. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മളെ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം 2000+ ആളുകൾക്ക് ജോലി ലഭിക്കും എന്നൊരു സാഹചര്യമാണ്. നിലവിലിപ്പോൾ അവർ 3 പ്രൊഡക്ഷൻ പ്ലാന്റുകൾ എല്ലാം ചേർന്ന് 4500ഓളം പേർക്ക് ജോലി നൽകുന്നുണ്ട്. അതിൽ ഒരു 2000 പേർക്ക് കൂടി ജോലി നൽകുന്ന ഒരു സിറ്റുവേഷൻ വരും. അത് വളരെ നല്ലൊരു കാര്യമായിട്ടാണ് തോന്നുന്നത്. കാരണം ഈ ഒരു സിറ്റുവേഷനിൽ ടെക്നോളജിയിലെ മാറ്റം വരുന്നതോടൊപ്പം തന്നെ ഈ ഒരു ജോലി സാധ്യതയിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോവുകയാണ് വോൾവോ എന്നത് വളരെ പ്രശംസനീയമായ കാര്യമായി തോന്നുന്നു. ഈ ഒരു 1400 കോടി രൂപ ഹൊസക്കോട്ടയിലെ പ്രൊഡക്ഷൻ പ്ലാന്റിലേക്കാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവരുടെ മാനുഫാക്ചറിങ് ഫെസിലിറ്റി കൂട്ടുകയാണ്. അതായത് 20,000 ബസ്സുകൾ ഒരു വർഷത്തിൽ പുറത്തിറക്കാൻ, ബസ്സുകൾ മാത്രമല്ല ട്രക്കും
ബസ്സും 20,000 ഒരു വർഷത്തിൽ പുറത്തിറക്കാനുള്ള ഒരു ശ്രമവുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു അപ്ഡേഷൻ വന്നിട്ടുള്ളത്. പ്ലാന്റിൽ മാറ്റങ്ങൾ വരും, ടെക്നോളജി മാറും, കൂടുതൽ ആളുകൾക്ക് ജോലി ലഭിക്കുന്നൊരു സാഹചര്യം ഉണ്ടാവും. അപ്പം നമ്മുടെ കേരളത്തിൽ എത്രയോ വാഹനങ്ങളാണുള്ളത്, അല്ലെങ്കിൽ എത്രയോ ബ്രാൻഡിൻ്റെ വാഹനങ്ങളുള്ളത്. കാറായാലും ശരി, ട്രക്കായാലും ശരി, ഏത് ഓട്ടോമൊബൈൽ വാഹനങ്ങളായാലും ശരി. അപ്പോൾ എന്തുകൊണ്ടാണ് ഏതെങ്കിലും ഒരു മാനുഫാക്ചറർ പോലും കേരളത്തിലേക്ക് വന്നിട്ട് അവർ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്ത് അല്ലെങ്കിൽ ഒരു വാഹനം നിർമ്മിക്കാത്തത് എന്ന് ആ ഒരു കാരണം എല്ലാവർക്കും അറിയാം. എന്നാൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് വോൾവോയുടെ ഈ 1400 കോടി രൂപ ഇന്ത്യയിൽ അല്ലെങ്കിൽ കർണാടക സ്റ്റേറ്റിൽ ബാംഗ്ലൂരിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് 2000 പേർക്ക് അധികം ജോലി ലഭിക്കുന്നു. പ്ലസ് ടെക്നോളജിയിലെ മാറ്റം, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലെ മാറ്റം, സേഫ്റ്റി എക്യുപ്മെൻറ്റ്സിലെ മാറ്റങ്ങൾ വരും ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത്. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.